യശോദ എസ് പിള്ള എന്ന് പറയുന്നത് എൻ്റെ അമ്മാവിയാണ്. സോമനാഥൻ പിള്ള എന്നാണ് അമ്മാവൻ്റെ പേര്. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെയും അമ്മാവിയുടെയും കൂടെ വീട്ടിലാണ് ഞാൻ എൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 6 വർഷക്കാലവും. ഇനി പരാതിക്കാരായിട്ട് വന്നിട്ടുള്ള ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത് എന്നിവർ എന്നെ അറിയില്ല എന്ന് പറയുന്ന വാദം പരിപൂർണമായി തെറ്റാണ്. അവർ ജനുവരി മാസത്തിലും അവർ നാട്ടിൽ വരുന്നത് വളരെ വിരളമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും. നമുക്ക് ശാസ്ത്രനടൽ ഇവർ പറയുന്ന വീടെന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവിടെ വന്ന് അവരുടെ അപ്പച്ചി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും വന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കാണുന്ന ആൾക്കാർ കഴിഞ്ഞ കാലങ്ങളിലായിട്ടാണ് അവർ കുറച്ച് അധികമായിട്ട് നാട്ടിൽ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവർ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കുടുംബ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള വലിയ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വീടാണ് അടൂരെ വീട്. അപ്പോൾ കൊല്ലശ്ശേരിയിൽ നിന്നാണ് വീട്ടുപേര്. അപ്പോൾ വീട്ടിലെ സംബന്ധിച്ച് ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നും എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുക എന്ന് പറയുന്നത് പരിമിതികളുണ്ട്. അവരെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. നുണ പറയുവാനും പരസ്യമായി കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് അവർ കടന്നു വന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിൽ തന്നെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. CPIയുടെ ജില്ലാ നേതൃത്വം അവരെ സമീപിച്ചു എന്നുള്ളത് അവർ വ്യക്തമായി നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPIയുടെ ജില്ലാ നേതൃത്വം സാമ്പത്തികമായിട്ട് ഓഫർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു ഓഫർ കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്തണമെന്നാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു. അവർ നിയമപരമായിട്ട് സാധിക്കുന്ന എല്ലാ തരത്തിലേക്കും മുന്നോട്ട് പോകട്ടെ, വ്യാജ പരാതികൾ കൊടുക്കട്ടെ. ഞാൻ ബന്ധുവല്ല എന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എൻ്റെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള മതിപ്പ് ഇപ്പോൾ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ നല്ല മതിപ്പായിട്ടുണ്ട്. ഇത്രയും കാലം നമ്മളുടെ കൂടെ ബന്ധുവായിട്ട് ജീവിച്ചിട്ട് കഴിഞ്ഞ 5 വർഷക്കാലവും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് എന്തിനേറെ പറയുന്നു, ഞാൻ ജയിച്ചപ്പോൾ വേണമെങ്കിൽ ഇതിൽ പറയുന്ന ശ്യാംജിത്ത് എസ് പിള്ള എന്ന് പറയുന്ന ആൾ ഞാൻ വിജയിച്ചപ്പോൾ എനിക്ക് അയച്ച കൺഗ്രാറ്റ്സിൻ്റെ മെസ്സേജ് വരെ എൻ്റെ ഫോണിലുണ്ട്. അവരുടെ ഇന്ന് സൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്യാമോ ഈ ക്യാമറ? ഇതിൽ ഈ മൊബൈലിലുണ്ട് എനിക്ക് അയച്ചിട്ടുള്ള ക്യാമറ. ഒന്ന് സൂം ചെയ്യാമോ? ഇത് എനിക്ക് ശ്യാംജിത്ത് എസ് പിള്ള എന്ന് പറയുന്ന പരാതിക്കാരൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പിറന്നാളിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഹൗസ് വാമിങ്ങിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് നോട്ടുകൾ ഒരുപാടുണ്ട്. ഇതിൽ കൺഗ്രാജുലേഷൻസ് മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിന് പച്ചക്കറി വാങ്ങുന്നതിൻ്റെ ലിസ്റ്റ് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കുടുംബ ബന്ധമുള്ളയാൾ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ വോയിസ് നോട്ടോടെ പ്ലേ ചെയ്യാം. വൺ ഓഫ് ദ സിമ്പിൾ ആയിട്ടുള്ളൊരു വോയിസ് നോട്ട്. വളരെ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണേ. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്നും വിളിച്ചത്. എനിക്ക് ഒന്ന് ബിസിയാന്ന് തോന്നുന്നു. ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ. കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നയന മോളെ നയന എന്ന് പറയുന്നത് എൻ്റെ പെറ്റ് നെയിമാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ശ്രീനാദേവി അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം അവർക്ക് അറിയില്ലായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പൂർണ്ണമായിട്ടും ഞാനുമായിട്ട് ഇതിൽ 3 പേരിൽ ഏറ്റവും ഇളയ ആളായിട്ടുള്ള ശ്യാംജിത്ത് എന്ന് പറയുന്ന ആ ചേട്ടനായിട്ട് മാത്രമേ എനിക്ക് ഇടക്കാലത്ത് കോൺടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാത്രമല്ല കുടുംബവുമായിട്ടും. ഇനി ഒരു ചോദ്യം മാത്രമേ എനിക്ക് അവരോട് ചോദിക്കാനുള്ളൂ. ഈ പരാതിയിൽ TSOയ്ക്ക് കൊടുത്തിട്ടുള്ള പരാതി ഇപ്പോൾ പുറത്ത് ഫേസ്ബുക്കിലെല്ലാം പ്രചരിക്കുന്ന ഒരു പരാതിയുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞങ്ങളുടെ അമ്മ യശോദ എസ് പിള്ള അടൂർ താലൂക്കിലെ റേഷൻ കാർഡ് നമ്പർ നമ്പർ റേഷൻ കാർഡിൻ്റെ ഉടമയായിരുന്നു. 18/9/2024 അമ്മ മരണപ്പെട്ടുപോയി. തെറ്റി. അമ്മാവി മരിച്ചത് 18/10. അപ്പോൾ അത് അവർക്കറിയാത്തവരുടെ കുറ്റമല്ല, കാരണം കാലങ്ങളായിട്ട് വീടുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഏറത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 363 നമ്പർ വീട്, അതും തെറ്റി. വീട്ട് നമ്പറും തെറ്റാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ ജോലി സംബന്ധമായി ഞങ്ങൾ നാട് വിട്ടു പോവുകയും ഞങ്ങളുടെ സഹോദരിയും നാട്ടിലില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അമ്മ മിക്കപ്പോഴും ഞങ്ങളോടൊപ്പം താമസിച്ചു വന്നിരുന്നു. പരിപൂർണമായി തെറ്റാണ്. ആ നാട്ടുകാരോട് അന്വേഷിക്കുക. അവിടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, അമ്മയുമായി ബന്ധമില്ലാത്ത, അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, 2023 ഇവരുടെ ഏക സഹോദരിയുടെ വിവാഹം തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോൾ ഈ 3 സഹോദരങ്ങളും പങ്കെടുത്തിട്ടില്ല. സർവോപരി 2019 ഇവരുടെ അമ്മ യശോദ എസ് പിള്ള, എൻ്റെ അമ്മാവി, ഇവർക്കെതിരെ വയോജന സംരക്ഷണ നിയമപ്രകാരം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ശ്രീജിത്ത് എസ് പിള്ള കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് അടൂർ RDOയുടെ മുമ്പിൽ തന്നെയാണ്. വയോജന സംരക്ഷണ നിയമപ്രകാരം ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. 2019 മുതൽ 2022 വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഹർജി കക്ഷി ശ്രീമതി യശോദ എസ് പിള്ളയായിരുന്നു. എതിർകക്ഷികളായിട്ടുള്ളത് ശ്രീജിത്ത്, എനിക്കെതിരെ പരാതി കൊടുത്ത 1ാമത്തെ ആൾ, ശ്രീമതി പൂജ, ഇത് അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയാണ്, അന്നുള്ള ഭാര്യയാണ്. ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ മറ്റൊരു ഭാര്യയാണുള്ളത്. ഇനി 3ാമത്തെ ആൾ സഞ്ജിത്ത് എസ് പിള്ള, അതായത് ശ്രീജിത്തിൻ്റെ ഇളയ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ചിഞ്ചു, 5ാമതായിട്ട് ശ്രീ ശ്യാംജിത്ത്. ഇത്രയും പേർക്കെതിരെയാണ് 2019 ഗ്ലൂട്ടാത്തിയോണും ഹൈഡ്രാഫേഷ്യലും ഒക്കെ നടത്തി ശരീരം പുഷ്ടിപ്പിച്ച് ശരീരം മാക്സിമം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുണ്ടാക്കി. അങ്ങനെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ശരീരത്തെ വില പറഞ്ഞ് വിൽക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ കിടന്ന് കൊടുക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു വിലപേശലുണ്ട്, വേശ്യത്തരം ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു വിലപേശലുണ്ട്. ആ വിലപേശലിന് വേണ്ടി ശരീരത്തെ സജ്ജമാക്കി നിർത്തി ശരീരം വിറ്റ് ജീവിക്കുന്ന വേശ്യകളെ പോലെയല്ല ശ്രീനാദേവിക്കൊപ്പം നിൽക്കാൻ ഇവരുടെയൊക്കെ തന്തമാർ ഇവർക്ക്
10,000 ജന്മം നൽകിയാലും സാധിക്കില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, പരാതി കൊടുത്ത കുറേ ഊളന്മാർ, സ്വന്തം അമ്മായിയുടെയും അമ്മാവൻ്റെയും മക്കള് കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഉടഞ്ഞു നിൽക്കുമ്പോൾ അതിൽ ശ്രീനാദേവി CPI വിട്ട് ഈ പറയുന്ന എവിടെ എത്തുന്നു? കോൺഗ്രസ്സിലെത്തുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ഒരിക്കലും ഈ പറയുന്ന കോൺഗ്രസ് UDF വിജയിച്ച് കയറിയിട്ടില്ലാത്ത ഡിവിഷനിൽ ശ്രീനാദേവി കുഞ്ഞമ്മ വന്ന് വിജയിച്ച് കയറുന്നു. അവിടെ തീർന്നോ? അവിടെ തീർന്നിട്ടില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരൊരു സീറ്റ് ഉറപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റേഷൻ കാർഡിലെ പേര് വെട്ടലുമായി വന്നിരിക്കുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ? ഇവർക്ക്, എനിക്ക് മനസ്സിലാവാത്ത, ഇവർക്ക് ഇത് എവിടുന്ന ഇത്ര പൈസ എവിടുന്നാ? ഇങ്ങനെ പണമെറിഞ്ഞിട്ട് പൈസ കൊടുത്ത് വിലക്ക് വാങ്ങി ഊക്കാനും പരാതി കൊടുപ്പിക്കാനും ഒക്കെ പണം എവിടുന്നാണെന്നാ മനസ്സിലായില്ലേ? അപ്പോൾ പണം കൊടുത്ത് ശ്രീനാദേവിയുടെ കാർഡിലെ പേര് വെട്ടിയിട്ട് ശ്രീനാദേവി വ്യാജമാണ്, ശ്രീനാദേവി ഫേക്കാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അതും ആഘോഷിച്ച് നടക്കുന്ന കുറേ വേശ്യകളുണ്ട്. ആ വേശ്യകളൊക്കെ മനസ്സിലാക്കേണ്ടത്, ശ്രീനാദേവിക്ക് ട്യൂഷന് പോയിട്ട് എവിടുന്നും കപ്പ് കിട്ടിയിട്ടില്ല. ഏത് കപ്പ്? ട്രോഫിയല്ല ഞാൻ പറഞ്ഞത്, മറ്റേ കപ്പ്. മനസ്സിലായില്ലേ? ശ്രീനാദേവി വേശ്യത്തരം ചെയ്ത് പലരുടെയും കൂടെ കിടന്നുകൊടുത്ത് കാര്യങ്ങൾ നേടേണ്ട ഗതികേടും ശ്രീനാദേവിക്കുണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാക്കിയത് അത്രയും കിടന്നുകൊടുത്തുണ്ടാക്കിയതാ. വേശ്യകള് കിടന്നുകൊടുത്ത് ഉണ്ടാക്കിയവന്മാരാണ് ഈ പറയുന്ന ശ്രീനാദേവിക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന കുറേ ലെവലമാര്. മനസ്സിലായില്ലേ? അപ്പോ ഇവറ്റകളോടൊക്കെ എന്നേ പറയാനുള്ളൂ, ശ്രീനാദേവിയുടെ 7 അയലത്തെത്താൻ നിന്റെയൊക്കെ തന്ത ജീവിച്ചിരിപ്പുണ്ടോന്നറിയില്ല. ആ തന്ത ഉണ്ടാവാൻ സാധ്യതയില്ല, എന്നാലും പറയാണ്, ആ തന്തയൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ഇനി 1000 തവണ നിന്നെ ജനിപ്പിക്കാൻ ശ്രമം നടത്തിയാലും ശ്രീനാദേവിയുടെ 7 അയലത്തെത്താൻ നിനക്കൊന്നും സാധിക്കില്ല. ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ഞാൻ പേര് പറയുന്നില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ വല്ല ഫോണിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ ഒരു റേഷൻ കാർഡും പിടിച്ചുകൊണ്ട് ശ്രീനാദേവിയെ മുക്കിൽ വലിച്ചു കയറ്റാമെന്ന് കരുതി ഇറങ്ങിയ ആളുകൾ, എടോ CPIക്കാരാ, നിനക്ക് ഉളുപ്പില്ലടോ. കുറച്ചൊരു മാന്യത നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ ഇത്രയും കാലം കരുതിയത്. അതങ്ങനെ കരുതാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അങ്ങനെ കരുതാൻ CPIനെ കുറിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും CPMനെ പോലെയല്ല CPIക്കാരോടുണ്ടായിരുന്ന ഒരു മനോഭാവം. അപ്പോൾ ഈ CPIക്കാർ കുറച്ചുകൂടി ഒരു ആദർശവാദികളാണ്, കുറച്ചുകൂടി പ്രത്യയശാസ്ത്രവാദികളാണ്, കുറച്ചുകൂടി മാന്യന്മാരാണ് എന്നൊക്കെ അവരുടെ ആശയവും ആദർശവും നമ്മൾ അംഗീകരിക്കുന്നില്ല, അതൊരു കാര്യം വേറെ. പക്ഷേ ഈ CPIക്കാർക്ക് അവർ പറയുന്ന രാഷ്ട്രീയത്തിലും അവർ പറയുന്ന ആദർശത്തിലും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ട് എന്ന് കരുതിയ ആളുകളാണ് ഞാൻ. അങ്ങനെ ഞാൻ കരുതാൻ കാരണം, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ അവൻ ഒരു CPIക്കാരനായിരുന്നു. CPIക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അന്ന് LDFൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഈ CPI എന്നുള്ള രീതിയിൽ എപ്പോഴും എല്ലായിടത്തും CPMനെ തിരുത്തുന്ന ഒരുത്തനായിരുന്നു അവൻ. വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു, വലിയ പ്രവർത്തകനായിരുന്നു, വലിയ നേതാവായിരുന്നു, എല്ലായിടത്തും ഓടിയെത്തുന്നവനായിരുന്നു, നല്ല കൂട്ടുകാരൻ. അത്തരം ചില കൂട്ടുകാർ നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവുകയും അത്തരം ചില ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ ഈ CPIയിൽ കുറച്ചുകൂടി മാന്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നിങ്ങളിത് ഭൂലോക ഊളകളാണല്ലോടോ. ഒരു സ്ത്രീ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നാറിയ കളികളും കളിച്ചു. അവർ നിങ്ങളെ പാർട്ടി വിട്ട് മറ്റൊരിടത്ത് ചേക്കേറിയപ്പോൾ വീണ്ടും അവരെ വേട്ടയാടി അങ്ങ് മൂക്കിൽ വലിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മക്കളെ. ശ്രീനാദേവിയുടെ കാര്യത്തിൽ ശ്രീനാദേവിക്ക് അവർ ഒരു കാര്യം, ഒരു വലിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ചെയ്തു വെച്ചൊരു കാര്യമുണ്ട്. ശ്രീനാദേവി എന്താണെന്നറിയാമോ? ശ്രീനാദേവിയുടെ കരിയറിൽ
ഇനിയുള്ള ജീവിതത്തിൽ ശ്രീനാദേവിക്ക് വലിയ സഹായകരമാകുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് അവർ ചെയ്തത്. അവരത് നടത്തിയിരുന്നില്ല എങ്കിൽ ഇത്രമാത്രം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് പിന്തുണ ലഭിക്കുമായിരുന്നില്ല. ഒരു കാര്യം, ഇതിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീനാദേവി കുഞ്ഞമ്മക്ക് വലിയ പിന്തുണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവരുണ്ടാക്കിയ ആ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താ? രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അവർ കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ പിന്തുണക്കുന്ന രാഹുൽ ഫാൻസുകാർ എന്ന് പറയുന്ന ആളുകൾ, രാഹുൽ ഫാൻസുകാരെന്ന് മറ്റുള്ള കുറേ വേശ്യ ഫാൻസുകാർ വിളിക്കുന്നതാണ്, പക്ഷേ നമുക്കതൊരു വലിയ അഭിമാനമാണ്. ആ രാഹുൽ ഫാൻസുകാർ ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയുള്ള പിന്തുണയുമായിട്ട് രംഗത്തുണ്ടാവും. അപ്പോൾ പിന്നെ ഇവിടെയുള്ള പിണറായി വിജയൻ അടക്കം തീരുമാനിച്ചുറപ്പിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തേ മൂക്കിൽ വലിക്കാൻ പറ്റാതിരുന്നത്? അയാളുടെ ജനപിന്തുണയാ. അതാണല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തേ മൂക്കിൽ വലിക്കാൻ പറ്റാതിരുന്നത്? അയാളുടെ ജനപിന്തുണയാ. ആ ജനപിന്തുണ, രാഹുലിന് ലഭിക്കുന്ന അതേ പിന്തുണ ശ്രീനാദേവി കുഞ്ഞമ്മക്കും ഞങ്ങൾ കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടുന്ന ഏതെങ്കിലും ലെവലുമാരുണ്ടെങ്കിൽ ഒന്നുകൂടി, ഇപ്പോൾ ദുബൈയിലൊക്കെ ആണെങ്കിൽ മുള്ളുമുരിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത്, നാട്ടിൽ വന്നിട്ട് മുള്ളുമുരിക്കൽ മൂലം ഒന്ന് കയറിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ മതി, ആ കടി അങ്ങോട്ട് മാറിക്കിട്ടും. മനസ്സിലായില്ലേ? നാട്ടിൽ ഇപ്പോൾ ദുബൈയിലും ഷാർജയിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എവിടെയും മുള്ളുമുരിക്കുള്ളത്. ഇനി ഞാൻ കാണാത്ത വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ നാട്ടിലുണ്ട്. ദുബൈയിൽ ഞാൻ കണ്ടിട്ടില്ല, ഷാർജയിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്നുള്ള ചില ആളുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മാത്രം പറയാം. അപ്പോൾ അവർ ഇനിയിപ്പോൾ മുള്ളുമുരിക്കുമ്പോൾ കയറായെന്ന് കരുതി പോയാലും അവിടെ എവിടെയും മുള്ളുമുരിക്ക് കാണാനില്ല. പിന്നെ അവിടെ ഉള്ളത് ഈന്തപ്പഴ. അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പറയുന്ന സാധനം ഉണ്ടാവില്ല അവിടെ. ഏത് ഈന്തപ്പഴത്തിൻ്റെ ആ ഈ മരം അതില്ലേ, ആ മരം പന, ഈന്തപ്പന, അതല്ല, അതുണ്ടാവില്ല എന്നല്ല, അതുണ്ടാകും. കടി മാറും ചെയ്യും, പിന്നെ കടിച്ച സ്ഥലവും പിന്നെ അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈന്തപ്പനയിലൊന്നും കയറിപ്പോകല്ലേ. മുള്ളുമുരിക്കുണ്ടെങ്കിൽ പോയി ചെന്ന് കയറിക്കോളൂ. അവരോട് അത്രേ പറയാനുള്ളൂ, കുരു പൊട്ടുന്നവരോട്. എടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ പൊക്കി പിടിച്ച് വന്ന് പരാതി കൊടുത്തതിൻ്റെ തെളിവുകളുമൊക്കെ ആയി വന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ എന്തോ അങ്ങ് ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയിട്ട് ആരാ വരുന്നത്? ഭൂലോക ഫ്രോഡ്. ട്യൂഷന് പഠിക്കാൻ പോകുന്ന കാലത്ത് ട്യൂഷൻ മാഷിന് കടന്നു കൊടുത്തവള്, അത് കഴിഞ്ഞ് വന്ന് പലർക്കും കിടപ്പ് മാത്രം ഒരു ജോലിയാക്കി അതിലൂടെ പലതും നേടിയവള്. വ്യാജങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും പറ്റിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും മാത്രം ഓരോരോ മാറിയിട്ടുള്ള ഈ ആളുകളാണ് ശ്രീനാദേവി കുഞ്ഞമ്മക്കെതിരെ പരാതിയുടെ കോപ്പിയൊക്കെ ആയിട്ട് വരുന്നത്. എന്നിട്ട് എന്തേ ശ്രീനാദേവി അങ്ങ് മൂക്കിൽ വലിക്കുമോ? എന്നാൽ പിന്നെ ഈ പരാതി കൊടുത്ത ആളുകളുടെ പേരും അവരുടെ അഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് ശ്രീനാദേവിയുടെ ആരെങ്കിലും ആണോ? ശ്രീനാദേവിയുടെ കുടുംബക്കാരാണോ? ശ്രീനാദേവിയുടെ തറവാട്ട് വീട്ടുകാരാണോ? കുടുംബ വീട്ടുകാരാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? അല്ലേ? സ്വാഭാവികമായിട്ടും അല്ലേ? കാരണം ഈ റേഷൻ കാർഡിൽ അങ്ങനെയല്ലേ പേരുണ്ടാവുന്നത്. എൻ്റെയൊക്കെ പേരിപ്പോൾ ഉള്ളത് എവിടെ വെച്ചാൽ ഞങ്ങളെ തറവാട്ട് വീട്ടിലെ റേഷൻ കാർഡിലാണ്. തറവാട്ട് വീട്ടിലെ റേഷൻ കാർഡിൽ അതിൽ എത്ര ആളെ പേരുണ്ടെന്നാണ് നിങ്ങളൊക്കെ വിചാരം? ഇതിപ്പോൾ എൻ്റെ മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒരുപാട് ആൾ. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ തറവാട് വീട്ടിലെ എൻ്റെ ഭാര്യയുടെ ഇതുപോലെ തറവാട് വീട്ടിലെ റേഷൻ കാർഡിലെ പേരുള്ളത്. അപ്പോൾ ഈ റേഷൻ കാർഡിലെ പേരും അതിനെതിരെയുള്ള പരാതിയൊക്കെ എഴുതി വരുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? ഈ പരാതി കൊടുത്ത ആളുകൾ ആരെ എന്നാ ചെയ്യാനാ? അത് പറഞ്ഞിട്ട് കാര്യമില്ലാതെ ഈ പറയുന്ന ട്യൂഷന് പോകുമ്പോൾ ട്രോഫി കിട്ടിയ ആളുകൾക്ക് പിന്നെ അത് അത്രേ ഉണ്ടാവുള്ളൂ വിവരം. അടിച്ചു മാറ്റലാണ്, എല്ലാം അടിച്ചു മാറ്റലാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇപ്പോൾ ഈ പറയുന്ന ഈ പരാതി കൊടുത്തപ്പോൾ ഈ പരാതി പൊക്കിപ്പിടിച്ച് വന്ന് ശ്രീനാദേവിയെ മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് വന്ന ആള് എന്താണെങ്കിലും അല്ലല്ലോ. ആ ആളുള്ളത് അവിടെ നിന്ന് എത്രയോ വിദൂരമാണ്. അപ്പോൾ ഈ വ്യക്തിയൊക്കെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പരാതി കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ വെരി നെക്സ്റ്റ് സെക്കൻഡിൽ എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത്? എങ്ങനെയാണ് അവരുടെ കയ്യിൽ ഈ പറയുന്ന പരാതിയുടെ കോപ്പികൾ എത്തുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ കൃത്യമായിട്ട്
അജണ്ടകൾ ഇതിന് പിന്നിൽ ശ്രീനാദേവിക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ്. എനിക്കിപ്പോൾ അത് അജണ്ടകൾ ഉണ്ട് എന്നൊന്നും എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ശ്രീനാദേവിയുടെ പേര് ഇങ്ങനെ തറവാട് വീട്ടിലെ കാർഡിൽ നിന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള സൊല്യൂഷൻ ശ്രീനാദേവി കണ്ടോളൂ. അതൊന്നും നമ്മളെ വിഷയമല്ല. പക്ഷേ എനിക്ക് അത് പറയാനും താല്പര്യമില്ല. എനിക്ക് ഈ പറയുന്ന എന്തിനും ഏതിനും അങ്ങനെ കുറയാനുണ്ട്. നമ്മൾ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ചില ആളുകളെ വേശ്യത്തരം മാത്രം ചെയ്തിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ജീവിതത്തിൽ ഇതുവരെ നേടിയതും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നേരെ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ പോകുക, കടന്നു കൊടുക്കുക, കാര്യം സാധിക്കുക. അങ്ങനെ ചില ആളുകളെ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ആളുകളെ ജീവിതത്തിൽ അവർ പലപ്പോഴും അവർ നിൽക്കുന്ന സ്ഥലവും അവരുടെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെയാണോ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അവരതിന് അർഹരായിരിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി അവർക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടാവില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെയും ചില സ്ഥലങ്ങളിൽ, ചില കസേരകളിൽ, ചില സ്ഥാനമാനങ്ങളിലൊക്കെ അവർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ ഈ പറയുന്ന കടന്നു കൊടുക്കുക, കാര്യം നേടുക. അങ്ങനെയുള്ള ചില ആളുകൾ ശ്രീനാദേവിയെ അങ്ങ് മൂക്കിലുണ്ടാക്കാം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇനി ഞാൻ ബാക്കി പറയുന്നില്ല. ഇവരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ലിമിറ്റ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും എന്താണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതി? ആ പരാതി കൊടുത്തവരാരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മാവൻ്റെയും അമ്മായിയുടെയും മക്കൾ ആണ് പരാതിക്കാർ ആളായിട്ടുള്ളത്. ആ പരാതിക്കാരാരാ? ഒരേ വീട്ടിലെ ആളുകൾ, ഒരേ തറവാട്ട് വീട്ടിലെ, ഒരേ കുടുംബ വീട്ടിലെ ആളുകൾ. ആ വീടുകൾ ഇവരൊക്കെ ഒരേ വീടുകളിൽ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് എന്ന് മാത്രമല്ല ആ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി വാങ്ങിയതും ഇതൊക്കെ ആരാണ്? ഇത് പിന്നെ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. നമ്മൾ വീടുകളിലേക്ക് സാധനം പുറത്തുനിന്ന് വാങ്ങും. വീടുകളിൽ ആണുങ്ങൾ ഉണ്ടാകുമ്പോൾ ആണുങ്ങൾ പോയി വാങ്ങും. ഇപ്പോൾ ആണുങ്ങൾ പുറത്തുള്ള സമയത്താണെങ്കിൽ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ വരുന്ന സമയത്ത് ഇന്ന സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് നമ്മൾ മെസ്സേജ് അയക്കും, ഫോൺ വിളിച്ച് പറയും. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. ഇപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പണ്ട് അങ്ങനെയല്ല അല്ലേ? അപ്പോൾ ശ്രീനാദേവിയെ മൂക്കിൽ വലിച്ചു കയറ്റാമെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കിടന്നു കൊടുത്തിട്ട് കാര്യം സാധിക്കും പോലെ അല്ല ഇതൊരു വേറെ മുതലാണ്, ഒരൊന്നൊന്നര മുതൽ. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്. യെസ്, അവർക്കൊരു എല്ല് കൂടുതലാ, അതാരും തെറ്റിദ്ധരിക്കേണ്ട. ആ എല്ലെന്ന് പറയുന്നത് അവർക്ക് നട്ടെല്ല് രണ്ടുണ്ടോ, അത് തന്നെയായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആർജവമുള്ള, ബലമുള്ള, കരുത്തുള്ള നട്ടെല്ലിൻ്റെ ഉടമയാണ് ശ്രീനാദേവി. അതുകൊണ്ട് മൂക്കിൽ അങ്ങ് വലിച്ചു കയറ്റാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തെറ്റി മക്കളെ, നിങ്ങൾക്ക് തെറ്റി. പിന്നെ അവർക്ക് മറ്റൊരു ക്വാളിറ്റി കൂടി ഉണ്ട്. രാഹുൽ ഫാൻസിൻ്റെ എല്ലാ പിന്തുണയും ശ്രീനാദേവി കുഞ്ഞമ്മക്കും ഉണ്ടാകും.